ഇതൊന്നും അത്ര പോരല്ലോ അമലെ. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജീവനൊക്കെ വേണം, കേൾക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലൊക്കെ ഉണ്ടാവണം. ഇതിലൊന്നും ഞാനത് കാണുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ല സാർ. എല്ലാം സാറിൻ്റെ ജേണറിന് പറ്റിയ സ്റ്റോറി തന്നെയാണ്. അമലെ, ഇതെല്ലാം കണ്ടും കേട്ടും പഴയ കഥകളാണ്. ഞാൻ പറഞ്ഞില്ലേ, അനുഭവങ്ങളിലുള്ളതോ മറ്റാർക്കെങ്കിലും സംഭവിച്ചതായ ഏതെങ്കിലും ഒരു സംഗതി നോക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ശരി സാർ. സാർ, വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയും കൂടെ നിന്ന് സ്നേഹിച്ച കുടുംബക്കാരെയും വിട്ട് ഇഷ്ടപ്പെട്ട കാമുകന്റെ ഒപ്പം പോയവൾ, സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ആരുമില്ലാത്തവൾക്ക് എന്നും ഒരു നല്ല ഭർത്താവായിട്ടാ ഉല്ലാസ് അവളെ നോക്കിയത്. ഉല്ലാസിന്റെ ഇഷ്ടങ്ങളെക്കാൾ എന്നും അവൻ ഇഷ്ടപ്പെട്ടത് അവളുടെ സന്തോഷങ്ങളെയായിരുന്നു. ഒരു അനാഥനായതുകൊണ്ട് വീട്ടുകാരെ ഉപേക്ഷിച്ചു വന്ന അവളെ ഒരു കുറവും വരുത്താതെയാണ് അയാൾ നോക്കിയത്. കാരണം ഒറ്റപ്പെടലിന്റെ വേദന അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. രണ്ടുപേരും ചേർന്നുള്ള സന്തോഷകരമായ ജീവിതത്തിലേക്ക് ഒരു പെൺകുഞ്ഞു കൂടി കടന്നു വരുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. മാളു, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഉല്ലാസിനും അശ്വതിക്കും കിട്ടിയ സ്വത്ത്. സംസാരശേഷി ഒട്ടുമില്ലാതെയാണ് ദൈവം അവളെ ഉല്ലാസിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. മൂന്ന് വയസ്സായപ്പോഴാണ് അവൾക്ക് ഒട്ടും തന്നെ സംസാരിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായത്. അതൊന്നും ഉല്ലാസിനെ തളർത്തിയിരുന്നില്ല. കാരണം അയാളുടെ അമ്മയ്ക്കും സംസാരശേഷി ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ മാളുവുമായി സംസാരിക്കാനും അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയേക്കാളും മാളുവിനിഷ്ടം അച്ഛനെ തന്നെയായിരുന്നു. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഹീറോ അച്ഛന്മാരായിരിക്കും. നമ്മുടെ എല്ലാം സന്തോഷകരമായ ജീവിതത്തിലേക്ക് ദൈവം ചിലപ്പോഴൊരു സങ്കടം കൂടെ തരും. മനസ്സിനെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന ഒരു സങ്കടം. ചിലരങ്ങനെയാണ്. സത്യസന്ധമായ ജീവനുള്ള സ്നേഹത്തെ തിരിച്ചറിയില്ല. പകരം സ്ത്രീ ശരീരം മാത്രം ആഗ്രഹിക്കുന്ന ജീവനില്ലാത്ത കുറെ ഹൃദയങ്ങളോടായിരിക്കും അവർക്ക് താല്പര്യം. അച്ഛൻ താനെന്ത് ഇത്ര ലേറ്റ് ആയത്? ഞാൻ എത്ര നേരമായി എന്നറിയോ വെയിറ്റ് ചെയ്യുന്നത്? ചേട്ടന് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ ലേറ്റായി. ചേട്ടൻ ഇറങ്ങാതെ എങ്ങനെ എനിക്ക് വരാൻ പറ്റാ? അല്ല, ഈ കൊച്ചിനെന്തിനാ കൊണ്ടുവന്നത്? ഇനി ഇതിനെ ആരും ഉണ്ടാക്കും? ഞാൻ എല്ലാം പറഞ്ഞല്ലേ അച്ചു. സുധിക്കറിയാലോ എൻ്റെ മോൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അവളെ തനിച്ചാക്കി പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല സുധി. താനിതെന്തൊക്കെയാണ് അച്ചു പറയുന്നത്? ഞാൻ സ്നേഹിച്ചത് തന്നെയാണ്. ജീവിക്കുന്നെങ്കിൽ അത് നമ്മ മാത്രമായിരിക്കും. അതിനിടയിലേക്ക് വേറെ ഒരു കൊച്ചു കുഞ്ഞ്, അതൊന്നും ശരിയാവില്ല അച്ചു. നമ്മൾക്കിടയിൽ നമ്മ മാത്രം മതി, വേറെ ആരും വേണ്ട. അമ്മയുടെ മാളൂട്ടി വേഗം വീട്ടിലേക്ക് പൊക്കോ. അമ്മ വേഗം വരാം. മോൻ വേഗം പൊക്കോ. അമ്മ വേഗം വരില്ലേ? ആലോചിച്ച് നിൽക്കാൻ നേരമില്ല അച്ചു. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ പോകണം. ഇന്ന് രാത്രി എവിടെയെങ്കിലും റൂം എടുത്ത് നിൽക്കാം. നാളെ കാലത്ത് രജിസ്റ്റർ മാരേജ് ചെയ്യാം. വേഗം വാ, വന്ന് വണ്ടി കയറി. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് പോവാം. ഈ ഹെൽമെറ്റ് വെച്ചു. ഏത് സാഹചര്യത്തിലും കൂടെയുള്ള തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, സംസാരശേഷിയില്ലാത്ത മകൾ, ഇവരെയെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അമ്മയെ സഹതാപത്തോടെ നോക്കി നിൽക്കേണ്ടി വന്നു മാളുവിന്. ഒരു നിമിഷം തൻ്റെ മനസ്സ് മാറി തിരിച്ചു വരുമോ എന്ന് കരുതിയിട്ടാവും ഒരുപക്ഷെ ആ കുട്ടി അമ്മയെ വീണ്ടും വീണ്ടും നോക്കി നിന്നത്. ഒരു വട്ടമെങ്കിലും അമ്മേ എന്നുറക്കെ വിളിക്കാൻ ആ നിമിഷം ആ കുട്ടി ആഗ്രഹിച്ചു കാണും. തന്നെ തനിച്ചാക്കിപ്പോയ അമ്മയെ ഓർത്ത് അവൾ സങ്കടപ്പെടാതിരുന്നത് അച്ഛൻ അവൾക്ക് പകർന്നു നൽകിയ ധൈര്യമൊന്നുകൊണ്ട് മാത്രം.
നമ്മുടെ എല്ലാം സന്തോഷകരമായ ജീവിതത്തിലേക്ക് ദൈവം ചിലപ്പോഴൊരു സങ്കടം കൂടെ തരുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ചിലരതിനെ ദൈവത്തിൻ്റെ പരീക്ഷണമെന്ന് പറഞ്ഞ് ആശ്വസിക്കും. ഇവിടെ എങ്ങനെയാ ഉല്ലാസം ആശ്വസിക്കേണ്ടതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഓരോ കഥകളും ഓരോ ജീവിതങ്ങളാണ്. ഇങ്ങനെയും ചിലരുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുകൾ. കല്യാണമോഹവുമായി സുധി അച്ചുവിനെ കൊണ്ടുപോയത് അവളോടൊപ്പം സുഖകരമായി ജീവിക്കാനല്ല, പകരം അവളുടെ പണവും ശരീരവും മറ്റുള്ളവർക്ക് കൂടെ പങ്കുവയ്ക്കാനാണ്. പിന്നെ അടിപൊളി. നാട്ടിലുള്ള തന്നേക്കാൾ ഭംഗി കുറഞ്ഞ സ്ത്രീകളെ മയക്കിയെടുത്ത് ജീവിത വാഗ്ദാനം നൽകി നാടുവിടുന്നു. ആരുമധികം എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് റൂമെടുത്ത് നിന്ന് പിറ്റേ ദിവസം അവരുടെ സ്വർണവും പണവുമായി കടന്നു കളയുന്നു. ജീവിതത്തിൽ വിശ്വസിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യമാരായതുകൊണ്ട് ആരും പരാതിപ്പെടാനും നിൽക്കാറില്ല. കൊള്ളാം, സൂപ്പർ. കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീലുണ്ട്. സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെസ്സേജ് കൂടിയാണ്. കഥ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല സാർ. ഒരൊറ്റ സീൻ കൂടെ ബാക്കിയുണ്ട്. ഇവിടെ ഉല്ലാസിന് നഷ്ടമായത് അവൻ്റെ ഭാര്യയെ മാത്രമല്ല, അവൻ പൊന്നുപോലെ നോക്കി വളർത്തിയ സംസാരശേഷിയില്ലാത്ത അയാളുടെ മകളെ കൂടിയാണ്. മകളോടുള്ള അയാളുടെ സ്നേഹം വെച്ച് നോക്കുമ്പോൾ അയാൾ അവരെ കാണാതിരിക്കാൻ വഴിയില്ല.